അരക്കൻ ആർമി ബംഗ്ലാദേശിൽ കടന്നു കയറിയതും ഏറ്റവും ഒടുവിൽ സെന്റ് മാർട്ടിൻസ് ദ്വീപ് പിടിച്ചടക്കിയതുമെല്ലാം വാർത്തയായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 ദിവസമായി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഉയർന്നു വരുന്ന വലിയൊരു വാർത്ത, ഈ ദ്വീപ് പിടിച്ചെടുത്ത ബംഗാൾ ഉൾക്കടലിലെ നിർണായകമായ ഒരു ദ്വീപാണ് ഈ സെന്റ് മാർട്ടിൻസ് ദ്വീപ്. ഈ ദ്വീപ് ഇന്ത്യക്ക് കൈമാറരുത് എന്ന ഒരു അഭ്യർത്ഥനയുമായിട്ട് ബംഗ്ലാദേശ് എത്തിയിരിക്കുന്നു. ഇതാദ്യമായിട്ട് തന്നെ സാധാരണഗതിയിൽ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ സംസാരിക്കുന്നത് നയതന്ത്ര പ്രതിനിധികളാകും, അല്ലെങ്കിൽ വിദേശകാര്യ വക്താവാകും. അതിനൊക്കെ അപ്പുറത്തേക്ക് ബംഗ്ലാദേശിൻ്റെ സൈനിക മേധാവി ജനറൽ വക്കാർ ഉസ്മാൻ തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഇന്ത്യ പ്രധാനപ്പെട്ട ഒരു അയൽരാജ്യമാണ്, അവർ ഒരിക്കലും അത് ചെയ്യില്ല. അതായത് ഈ അരക്കൻ ആർമി പിടിച്ചെടുത്ത സെന്റ് മാർട്ടിൻസ് ദ്വീപ് അവർ കൈക്കലാക്കില്ല എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അതിനാൽ ബംഗ്ലാദേശിൻ്റെ സ്ഥിരതയിൽ ഇന്ത്യക്ക് വലിയ താല്പര്യമുണ്ട്. വിട്ടുവീഴ്ചകളുടെ കാലമാണിത്. ന്യായത്തിൽ അധിഷ്ഠിതമായ ബന്ധമാണ് ബംഗ്ലാദേശും ഇന്ത്യയുമായി ഉള്ളത്. ഇന്ത്യയെ ഏറ്റവും നല്ല സുഹൃത്തായിട്ടാണ് തങ്ങൾ കരുതുന്നതെന്നും ഈ സൈനിക മേധാവി പറയുന്നുണ്ട്. വടക്കുകിഴക്കൻ മാധ്യമപ്രവർത്തകർ ചോദിച്ചൊരു ചോദ്യം, വടക്കുകിഴക്കൻ മേഖലയിലെ സുരക്ഷ ഉറപ്പാക്കാൻ ബംഗ്ലാദേശ് ഇന്ത്യയെ സഹായിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടി, ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കെതിരായി ഞങ്ങൾ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ്. ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് മഹാബംഗ്ലാദേശ് രൂപീകരിക്കണമെന്ന് ബംഗ്ലാദേശിലെ ചില രാഷ്ട്രീയ പാർട്ടി നേതാക്കളും മറ്റും പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഷെയ്ഖ് ഹസീനെ വിട്ടുകിട്ടിയില്ല എങ്കിൽ ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള ഭൂകമ്പങ്ങൾ ഉണ്ടാകും എന്നും ചില രാഷ്ട്രീയ നേതാക്കൾ പറഞ്ഞിരുന്നു. ഏതായാലും ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഈ സെന്റ് മാർട്ടിൻസ് ദ്വീപ്. കാരണം വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന സ്വിറ്റോ തുറമുഖവും പലേറ്റോ നദിയുടെ തുറമുഖവും നദിക്ക് ആഴം കൂട്ടലും അടക്കമുള്ള ജോലികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ അരക്കൻ ആർമിയുടെ കീഴിൽ വരുന്ന പ്രദേശങ്ങൾ കൂടി ലഭ്യമായാൽ വളരെ എളുപ്പത്തിൽ ഇവയുടെ പണി കഴിയുകയും സുഗമമായി അതുവഴി ചരക്കുകൾ കൊണ്ടുപോകുന്നതിനായി കഴിയും. ഇത് തന്നെയാണ് അമിത്ഷാ കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ വെച്ച് അദ്ദേഹം പറഞ്ഞത്, ഏറ്റവും വലിയ വാണിജ്യ കേന്ദ്രമായി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ മാറുന്നുവെന്ന്. ഏതായാലും ദ്വീപ് പിടിച്ചെടുത്ത കാര്യം ഇപ്പോൾ ബംഗ്ലാദേശ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഒപ്പം അത് ഇന്ത്യക്ക് കൈമാറാനുള്ള സാധ്യതകളും അവർ ഇപ്പോൾ സ്ഥിരീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുക ഇനി ഈ ദ്വീപ് 99 വർഷത്തേക്ക് പാട്ടത്തിനെടുക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് നയതന്ത്ര വിദഗ്ധർ പറയുന്നു. കാരണം ആ ദ്വീപ് പൂർണ്ണമായി ഏറ്റെടുത്താൽ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് എതിരാകും. ഇപ്പോൾ തന്നെ ലോകത്തിൻ്റെ മുൻനിരയിലേക്ക് കുതിക്കുന്ന ഇന്ത്യക്ക് ഇതൊരു ക്ഷീണമായി മാറുകയും ചെയ്യും. പകരം അരക്കൻ ആർമിയുടെ കൈവശമുള്ള ഈ ദ്വീപ് തങ്ങൾ പാട്ടത്തിനെടുക്കുന്നു എന്നുള്ള ഒരു രീതിയിലായിരിക്കും ഇനി കാര്യങ്ങൾ മുൻപോട്ട് പോവുക. ന്യൂസ് ഡെസ്ക്.